ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് RRB-JEE റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകളിൽ ഒന്നാണ്. ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ അധികം സംശയങ്ങൾ ഉണ്ടായിരിക്കും. എവിടെ അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം. നമുക്കറിയാം, റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഓൾ ഓവർ ഇന്ത്യ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല. ഇതിനെ പ്രധാനമായിട്ടും വ്യത്യസ്ത സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ സോണുകൾക്ക് താഴെ വ്യത്യസ്ത ഡിവിഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാമുകൾ എഴുതി നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുമ്പോൾ വ്യത്യസ്ത സോണുകളിലേക്കായിരിക്കും നമ്മൾ നിയമിതരാവുന്നത്. അപ്പോൾ നമ്മുടെ ജോലി എപ്പോഴും ആ സോണുകളിലായിരിക്കും പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇന്ത്യയിൽ നിരവധി സോണുകളുണ്ട്. അങ്ങനെ ഈ സോണുകളിൽ ഓരോരുത്തർക്കും നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ശരിയായ രീതി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപേക്ഷിക്കുന്നത് പക്ഷെ സോണുകളിലേക്കാണോ? അല്ല, നമ്മൾ എപ്പോഴും അപേക്ഷിക്കുന്നത് RRB-കളിലേക്കാണ്. ഒരു കേരളത്തിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് RRB-കൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം. ഒന്ന് തിരുവനന്തപുരം RRB, എല്ലാവരും അപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയയാണ് തിരുവനന്തപുരം RRB. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മറ്റൊരു RRB-യാണ് ചെന്നൈ RRB. ഈ ചെന്നൈയിലേക്കും തിരുവനന്തപുരത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒറ്റ സോണിലേക്കാണ്, അതായത് സതേൺ സോൺ എന്ന് പറയുന്ന ഒറ്റ സോണിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജോലി ചെയ്യേണ്ടത് ഈ സോണിന്റെ കീഴിലുള്ള വ്യത്യസ്ത ഡിവിഷനുകളിലായിരിക്കും. ഇനിയും അതുപോലെ തന്നെ നമ്മൾ അറിയാവുന്ന മറ്റൊരു RRB-യാണ് ബാംഗ്ലൂർ RRB. ഈ ഒരു ബാംഗ്ലൂർ RRB-യിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യേണ്ടി വരുന്നത് കർണാടകയുടെയും ആന്ധ്രാപ്രദേശിന്റെയൊക്കെ വ്യത്യസ്ത റീജിയനുകൾ വരുന്ന ആ ഒരു സോണിലായിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും RRB-കൾ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് പ്രധാനമായിട്ടും RRB-കളും സോണും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് മറ്റൊരു RRB-യും മറ്റൊരു സോണും ഒന്ന് മനസ്സിലാക്കാം. അതിൽ പ്രധാനമായിട്ടും സെൻട്രൽ റെയിൽവേ എന്ന് പറയുന്ന മുംബൈയിൽ വരുന്നൊരു RRB-യാണ്. ഈ ഒരു RRB-യിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മൂന്ന് സോണുകളിലേക്കാണ് അവിടെ നിയമനം നടക്കുന്നത്. അതായത് ഒറ്റ RRB-യിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവിടെ മൂന്ന് സോണുകൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരേ സമയം റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അതായത് RRB എന്ന് പറയുന്നത് എപ്പോഴും പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി റെയിൽവേ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ RRB റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു റീജിയനിലേക്കുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് കൂടി ഇവിടെ കൺസിഡർ ചെയ്യുക. അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്യോഗാർത്ഥിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക എന്നൊരു ലക്ഷ്യമാണെങ്കിൽ അത് പ്രിഫർ ചെയ്യുക. രണ്ടാമതായിട്ട് നമുക്ക് ജോലി കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു മാഗ്നിറ്റ്യൂഡ് വെച്ച് നമ്മൾ RRB സെലക്ട് ചെയ്യുക. ഇനി ജോലി കിട്ടാൻ തന്നെ അതിനകത്ത് കുറേ മാനദണ്ഡങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്ന് കോമ്പറ്റീഷൻ ലെവലാണ്. ചില RRB-കളിൽ എല്ലാ തവണയും നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. കാരണം ആ ഒരു മേഖലയിൽ നിന്ന് വളരെ വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ് അത് വരുന്നത്. ചില RRB-കൾ നോക്കുമ്പോൾ വേക്കൻസികൾ വളരെ കുറവായിട്ട് തോന്നും. അവിടെയും സ്വാഭാവികമായിട്ട് ചില RRB-കൾ നോക്കുമ്പോൾ അവിടെ വേക്കൻസികൾ വളരെ കുറവായിരിക്കും. ഈ RRB-കളിലും ജോലി കിട്ടാനുള്ള സാധ്യത കമ്പാരറ്റീവ്ലി കുറവാണ്. ഇനിയും നമ്മൾ ഇവിടെ അസസ് ചെയ്യേണ്ട മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഓരോ RRB-കളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും വേക്കൻസി അലോക്കേഷൻ വരുന്നത്. ഈ വേക്കൻസി അലോക്കേഷനിൽ തന്നെ നമ്മളുടെ സ്ട്രീം വ്യത്യസ്തമായിരിക്കും. ഇപ്പം സിവിലിന് ചില RRB-കളിൽ വളരെ വലിയ നമ്പർ ഓഫ് വേക്കൻസി ഉണ്ടായിരിക്കും. എന്നാൽ അവിടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പോലുള്ള സ്ട്രീമിന് വേക്കൻസി കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്തിട്ട് അതിന് കൂടുതൽ വേക്കൻസി ഉള്ളിടം ചൂസ് ചെയ്യുക. അതുപോലെ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ അതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ കുറെ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ തന്നെ, അതായത് ഒരു ഉദ്യോഗാർത്ഥി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ അതിനകത്ത് വ്യക്തമായിട്ട് എന്ത് പറ്റും, ഈ പറയുന്ന എല്ലാ വിവരങ്ങളും ഉണ്ടാവും. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനും പറ്റും. അപ്പൊ നമുക്ക് എക്സാമിനേഷന്റെ ഒരു ഓവർവ്യൂവിലേക്ക് പോകാം. അതിൽ എക്സാമിനേഷനിൽ മൊത്തം വേക്കൻസികൾ വന്നിരിക്കുന്നത് 3993 വേക്കൻസികളാണ്. ഇതിന്റെ പേ സ്കെയിൽ 6th ലെവലാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 13 ഇനിയും ഇതിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതായത് 36 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഓരോ ബ്രാഞ്ചിനും ഇത്തവണ വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കാം. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 1578 വേക്കൻസികൾ
ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. അടുത്തതായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതിലേക്ക് വരുമ്പോൾ 1125 വേക്കൻസികൾ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ 599 വേക്കൻസികളുണ്ട്. ഇനിയും DMS സ്റ്റോർ ഡിപ്പോർട്ടിലേക്ക് വരുമ്പോൾ 324 വേക്കൻസികളുണ്ട്. S&D ആൻഡ് ഇലക്ട്രോണിക് CS ആൻഡ് IT വരുമ്പോൾ 307 സീറ്റ്സ് ഉണ്ട്. ട്രാക്ക് മെഷീനിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 60 സീറ്റ്സുമാണ് മൊത്തത്തിൽ ഓൾ ഓവർ ഇന്ത്യ വേക്കൻസി. അതുപോലെ തന്നെ നമ്മൾ RRBയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ സ്ട്രീമിലുള്ളവർക്കും ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പലപ്പോഴും കരുതും സിവിലുകാർക്ക് സിവിൽ മാത്രമാണ്, ഇലക്ട്രിക്കലുകാർക്ക് ഇലക്ട്രിക്കൽ മാത്രമാണ്. എന്നാൽ RRBJയിൽ അത് അങ്ങനെയല്ല. ഓരോ സ്ട്രീമിലുള്ളവർക്കും 2-3 പോസ്റ്റുകളിലേക്ക് ഒരേ സമയം തന്നെ അപ്ലൈ ചെയ്ത് എക്സാം എഴുതാൻ പറ്റും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗുകാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സിവിൽ ഒബ്വിയസ്ലി സിവിൽ പോസ്റ്റിലേക്ക് അയക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും സിവിലുകാർക്ക് സിവിൽ സ്ട്രീമിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഡിപ്പോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രിക്കൽ സ്ട്രീമിലേക്ക് അടിക്കാൻ പറ്റും. അതേസമയം തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, DM ആൻഡ് ട്രാക്ക് മെഷീൻ ഇത്രയും സ്ട്രീമിലേക്ക് ഇലക്ട്രിക്കലുകാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ 5 ഗ്രൂപ്പിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ കൂടാതെ അവർക്ക് ഇലക്ട്രിക്കല്, DMS, ട്രാക്ക് മെഷീൻ ഇങ്ങനെ 4 ഗ്രൂപ്പിലേക്ക് അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇവിടേക്ക് എത്തുമ്പോൾ ഇലക്ട്രോണിക്സുകാർക്ക് പ്രധാനമായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്നത് ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, S&D, ട്രാക്ക് മെഷീൻ, DMS ഇങ്ങനെ 5 ഗ്രൂപ്പുകളിലേക്ക് അവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT എത്തുമ്പോൾ അവർക്ക് ഇലക്ട്രോണിക്സിന്റെ S&Dയിലേക്കും ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ടിലേക്കുമാണ് പ്രധാനമായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു ധാരണയിൽ വേണം നമ്മൾ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ. ഇനിയും എഫക്റ്റീവ് ടോട്ടൽ വേക്കൻസീസ് നമുക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന് 2415 വേക്കൻസികളുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 2108 വേക്കൻസികളുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിന് 1902 വേക്കൻസികളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് IT ബന്ധപ്പെട്ട 307 വേക്കൻസികൾ നമുക്ക് നെറ്റ് എഫക്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോരുത്തരുടെയും നിയർ കേരളവുമായിട്ട് അടുത്ത് കിടക്കുന്ന RRBs ഒന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യമായിട്ട് ചെന്നൈ ആണ്. അത് ഏതാണ്ട് 362 സീറ്റുകൾ മൊത്തത്തിൽ ഈ പറയുന്ന എല്ലാത്തിനും കൂടി വരുന്നുണ്ട്. അടുത്തത് RRB ബാംഗ്ലൂരുമാണ്. അതിൽ 298 സീറ്റുകൾ മൊത്തത്തിലുണ്ട്. ഇനിയും അടുത്തത് RRB സെക്കൻഡറാബാദ് ആണ്. അവിടെ 110 സീറ്റുകളുണ്ട്. അടുത്തത് RRB തിരുവനന്തപുരമാണ്. അവിടെ 101 സീറ്റുകളുണ്ട്. നമ്മുടെ അടുത്ത് കിടക്കുന്ന അതായത് ഒരേ സോണിൽ വരുന്ന തിരുവനന്തപുരവും ചെന്നൈയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇവിടെ വേക്കൻസി കൂടുതൽ എവിടെയാണ്? ചെന്നൈയിലാണെന്ന് കാണാൻ കഴിയും. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 101 വേക്കൻസി ഉള്ളൂ എന്ന് കാണാൻ കഴിയും. ഇനി RRB ബാംഗ്ലൂരും അതുപോലെ തന്നെ RRB സെക്കൻഡറാബാദും 2 വ്യത്യസ്ത സോണുകളിലായിട്ട് കിടക്കുന്നതാണ്. 2 RRBകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെയും അപ്ലൈ ചെയ്യാം. ഇനിയും എങ്ങനെ നിങ്ങൾ RRBയുടെയും അല്ലെങ്കിൽ സോണും ഫൈനലൈസ് ചെയ്യണം? അപ്പൊ നിങ്ങൾക്ക് സോൺ എന്താണെന്ന് അറിയാം, RRB എന്താണെന്ന് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത് ചൂസ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു മെഷറിംഗ് ടൂൾ വെച്ച് വേണം. അതിൽ ആദ്യമായിട്ട് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് എലിജിബിലിറ്റി ഓഫ് സീറ്റ്സ് ആണ്. നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റിൽ എത്ര സീറ്റ്സ് അവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ആത്യന്തികമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഡിസ്റ്റൻസ്, പ്ലേസ്, കാര്യങ്ങളൊക്കെ നോക്കണം. ഇവാലുവേറ്റ് നിങ്ങളുടെ അസസ്മെന്റ്, ഓരോ പോസ്റ്റിലുള്ള പ്രോബബിലിറ്റി ഒക്കെ നോക്കണം. അതിലെല്ലാം ഉപരി നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സോണിലും വരുന്ന കട്ട് ഓഫും അതിൻ്റെ ഒരു മാനേജ്മെന്റ് നോക്കി തന്നെ വേണം നമ്മൾ തീരുമാനിക്കാൻ. നമ്മൾ പഠിക്കുന്നതും പ്രയോജനപ്പെടുക തന്നെ വേണം. കാരണം വ്യത്യസ്തങ്ങളായുള്ള സ്റ്റേജുകളിലായിട്ട് എഴുതുന്ന പരീക്ഷയാണ്. അവിടെ കട്ട് ഓഫ് മാർക്ക് ഒരു വളരെ വലിയ ക്രൈറ്റീരിയ ആണ്. നമുക്ക് അടുത്ത് നിയർ ഫാർ ആയിട്ട് കിട്ടുന്ന അത്യാവശ്യം വേക്കൻസി ഉള്ള കട്ട് ഓഫ് വർഷങ്ങളായിട്ട് ഒരു പരിധി വരെ താന്നു നിൽക്കുന്നത്. അപ്പം എല്ലാ വർഷത്തെയും കട്ട് ഓഫ് അല്ല നോക്കേണ്ടത്, എല്ലാ വർഷവുമുള്ള ശരാശരി കട്ട് ഓഫ് നോക്കുക. ഇത് എല്ലാ വർഷവും ആകെ മൊത്തത്തിൽ നടന്ന എക്സാമിനേഷനിൽ ഇപ്പം എടുത്തു നോക്കുമ്പോൾ ചില RRBകൾക്ക് എല്ലാ വർഷവും ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ഒരു 2-3 മാർക്ക് കട്ട് ഓഫ് താഴെയായിരിക്കും. അത് നമ്മൾ ചൂസ് ചെയ്ത് നന്നായിട്ട് എഫർട്ട് ഇട്ടാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഓൾ ഇന്ത്യ സോൺ വൈസിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മലയാളി എന്ന രീതിയിൽ നമ്മൾ നമ്മുടേതായ ഒരു സജഷൻ തരികയാണ്. അതിൽ RRB ചെന്നൈ നമുക്ക് ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് RRB ബാംഗ്ലൂരു എന്ന് പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ടത്, അതായത് പ്രയാഗ്രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് ഉത്തർപ്രദേശിൽ വരുന്നതാണ്. ഉത്തർപ്രദേശിലൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. RRB എക്സാം ഹിന്ദിയിൽ കൂടി നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആയിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ ലിറ്റിൽ ബിറ്റ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അടുത്തത് കൊൽക്കത്ത എക്സാം ലെവൽ, അതായത് മെറിറ്റ് ലെവലൊക്കെ മോഡറേറ്റ് ആണ്, പക്ഷെ വളരെ ദൂരമാണ്. നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫ് ലോങ് ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരും. ഇനി RRB മുംബൈ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദൂരമാണ്.
അവിടുത്തെ എക്സാമിനേഷനിൽ വേക്കൻസികൾ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അവിടെ നടക്കുന്ന എക്സാമിനേഷനിൽ നിങ്ങൾ നിയമിതരാകുന്ന മുംബൈയിലായിരിക്കും എന്ന് കരുതരുത്. കാരണം 3 സോണുകളിലേക്ക് നിയമനം നടത്തുന്ന ഒരു RRB ആണ്, വലിയൊരു RRB ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ മുംബൈ വെച്ചാൽ പോലും നിങ്ങൾ ജോലി ചെയ്യേണ്ടത് പല സ്ഥലങ്ങളിലായിരിക്കും. മഹാരാഷ്ട്രയിലും അതിന് സമീപത്തുള്ള പല സംസ്ഥാനങ്ങളിലും അതിന്റെ റിമോട്ട് ഏരിയയിൽ പോലും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്താണ്, ഇവിടെ കട്ട് ഓഫ് ലെവൽ കൂടുതലായിരിക്കും, പോസ്റ്റുകൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 3 ഓപ്ഷനുകളിൽ ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്ന 2 ഓപ്ഷനാണ്. ഒന്ന് ബാംഗ്ലൂരും മറ്റൊന്ന് ചെന്നൈ. അപ്പൊ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ ഒരു മെഷർമെന്റ് ടൂൾ വെച്ചിട്ട് നിങ്ങൾ തന്നെ മെഷർ ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് RRB വേണമെന്ന്. ഇതിന്റെ സെലക്ഷൻ പ്രോസസ് വെറുതെ എന്ന് പറഞ്ഞേക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. CBT 1, CBT 2, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ, ശേഷം നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊസീജിയർ. അപ്പം നിങ്ങളുടെ പഠനം തുടങ്ങുകയാണ്, വളരെ വലിയ ലക്ഷ്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാനാണ്. അപ്പോൾ റെയിൽവേ എഞ്ചിനീയർ ആകുക എന്ന നിങ്ങളുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ തന്നെ ജോയിൻ ചെയ്യുക. ഏണസ്റ്റ് അക്കാഡമിയിൽ റെയിൽവേയുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. നമ്മൾ CBT 1 ഫോക്കസ് ചെയ്ത് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. CBT 1ഉം CBT 2ഉം ഒരേപോലെ കമ്പൈൻഡ് ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകുന്ന ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.